ഞാനൊരു കൗതുകരമായ കാര്യം പറയാം. എത്ര വയസ്സുണ്ട്? 32. എത്ര വയസ്സുണ്ട്? 42. നിങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്തും ഈ ഫ്രൂട്ടി ഉണ്ടായിരുന്നോ? ഫ്രൂട്ടി ചെറിയൊരു പാക്കറ്റ് കിട്ടത്തില്ലേ? കുടിച്ചിട്ടില്ല. കുടിച്ചിട്ടുണ്ടോ? കുടിച്ചിട്ടുണ്ട്. അന്ന് എത്രയായിരുന്നു ഫ്രൂട്ടിക്ക് വില? എൻ്റെ ഓർമ്മയിൽ എൻ്റെ കുട്ടിക്കാലത്ത് 10 രൂപയായിരുന്നു. 10 രൂപ. ഇപ്പോഴും 10 രൂപയ്ക്ക് ഫ്രൂട്ടി കിട്ടും. ഫ്രൂട്ടി അല്ലെങ്കിൽ അതുമാതിരിയുള്ള ആ ചെറിയ പാക്കറ്റ് കിട്ടും. കിട്ടുന്നുണ്ടോ? ബാക്കിയുള്ള സാധനങ്ങളുടെ വില കൂടിയോ? കൂടി. അരിയുടെ ഒക്കെ വില കൂടിയില്ലേ? പഞ്ചസാരയുടെ വില കൂടിയില്ലേ? എല്ലാത്തിന്റെ വില കൂടി. മാങ്ങയ്ക്ക് 20 വർഷം മുമ്പുള്ള വിലയാണ് ഇപ്പം. ഇവർക്ക് ഈ 10 രൂപയ്ക്ക് തന്നെ മാംഗോ ജ്യൂസ് എങ്ങനെ കൊടുക്കാൻ പറ്റും? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതിനകത്ത് നമ്മൾ ഇതിന്റെ വില ഇത് എത്ര ഇതാന്ന് നോക്കി. എത്ര ml ഇത്? 600 ml എന്ന് പറഞ്ഞാല് ഒരു 600 ഗ്രാമിന് തുല്യമുണ്ട്. 600 ഗ്രാം മാങ്ങയ്ക്ക് എന്താ വില? 1 കിലോ മാങ്ങയ്ക്ക് ഇപ്പൊ 100 രൂപയെങ്കിലും മിനിമം ഇല്ലേ? 600 ഗ്രാമിന് 60 രൂപയെങ്കിലും വേണം. ഇതിന് 40 രൂപയുള്ളൂ. എന്താ പ്രശ്നം? എന്താ ഇതിനകത്ത് മാങ്ങയുടെ പൾപ്പ് എത്ര ശതമാനം ഉള്ളതെന്നറിയോ? 11% ഉള്ളത്. ഞങ്ങൾ വായിക്കാൻ പറ്റുമെന്നൊന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. ഒന്ന് വായിക്കാവോ നോക്കി. അവരെഴുതിയിട്ടുണ്ട്. ഇത് ഞങ്ങൾ പറയുന്നതല്ല. വായിക്കാവോ? വാട്ടർ, ഷുഗർ, മാംഗോ പൾപ്പ് എത്ര ശതമാനം? ഭയങ്കര കാഴ്ച ശക്തി. ഒന്ന് നോക്കിക്കേ. ആർക്കൊക്കെ വായിക്കാൻ പറ്റും? ആർക്കൊക്കെ വായിക്കാൻ പറ്റും? നമ്മളൊരു പാക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കുന്നതിന്റെ വിലയാ അല്ലേ? അതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ പോക്കറ്റ് കാലിയാകുമോ എന്നുള്ളത് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. പക്ഷേ ഇന്ത്യയിൽ നിയമമുണ്ട് ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്നുള്ളത് ഡിസ്പ്ലേ ചെയ്യാൻ. ആ നിയമം അവർ പാലിക്കുന്നുമുണ്ട്. പക്ഷെ അവർ എഴുതുന്നത് എന്താ? നമ്മൾ വായിക്കണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടോ? ഇത് നമ്മൾ വായിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഇതിനകത്ത് വെറും 11% എന്ന് പറഞ്ഞാൽ ഇത്രയും. നമ്മളെ വീട്ടിൽ ഇപ്പോൾ ഒരാൾ വന്ന് മാംഗോ ജ്യൂസ് അടിക്കണമെങ്കിൽ നമുക്കൊരു ഗ്ലാസ്സിൽ ഇത്രയും മാംഗോ പൾപ്പ് ഒഴിച്ചിട്ട് വെള്ളം ഒഴിച്ചാൽ മാങ്ങയുടെ എന്തെങ്കിലും സെൻസതി കിട്ടുമോ? പക്ഷെ ഇത് കുടിച്ചാൽ മാങ്ങയുടെ രുചിയുണ്ടോ? മാങ്ങയുടെ ഒരു രുചിയൊക്കെ കിട്ടും ഇത് കുടിച്ചാലും. എന്തായിരിക്കും അപ്പൊ ബാക്കി ഫ്ലേവർ, കെമിക്കല്, പഞ്ചസാരയാണ്, പ്രിസർവേറ്റീവ്സ്. അപ്പൊ നമ്മള് കുഞ്ഞുങ്ങൾക്ക് ഇതുപോലത്തെ ഉള്ളൊരു സാധനം മേടിച്ചു കൊടുത്താല് കുഞ്ഞുങ്ങൾക്ക് പഞ്ചസാര മാത്രമല്ല കുറേ കെമിക്കൽസുമാണ് ഇതിനകത്തൂടെ കയറുന്നത്. മനസ്സിലായോ? ഈ ഒരു ബോട്ടിലുള്ള പഞ്ചസാര ഇത്രയുവാ. അപ്പം ഞങ്ങൾ എന്താണെന്നറിയാം, ഈ കുട്ടികളുടെ അടുത്ത് ഇങ്ങനെയുള്ള സാധനം നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ചെറിയ പ്രായത്തിൽ കുഞ്ഞുങ്ങൾ ഇത്രയും പഞ്ചസാര കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ ജനതിക ഘടകത്തിൽ വ്യത്യാസം വരും അല്ലേ? ഉണ്ട്. ഇവരിപ്പോൾ പഞ്ചസാര കഴിച്ചാൽ, ഇത്രയും പഞ്ചസാര കഴിച്ചാൽ നമ്മൾ വിചാരിക്കും ഇനി പ്രായമാകുമ്പോൾ അവർ ഹെൽത്തി ഡയറ്റിലേക്ക് മാറിക്കോളും. പക്ഷേ ഇപ്പോൾ കഴിച്ചതിൻ്റെ ദൂഷ്യഫലങ്ങളെല്ലാം വലുതായി 20, 30, 40, 50 വയസ്സാകുമ്പോഴും അതെല്ലാം ബോഡിയിൽ മെമ്മറി. കുട്ടികൾക്കൊക്കെ ഭയങ്കര മെമ്മറിയാണ്. നമ്മൾ തലച്ചോറിലല്ല, പക്ഷേ ഈ ചീത്ത സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ സെല്ലുകളുടെ ഉള്ളിലുള്ള DNA-ക്കകത്ത് ഈ കഴിച്ചിരിക്കുന്ന ഇത്രയും പഞ്ചസാര. ഇന്നൊരു ഫ്രൂട്ടി ജ്യൂസ് കുടിച്ചു, ഈ ഒരു കുപ്പി, ഇത്രയും പഞ്ചസാര ഉള്ളിൽ കയറി. അതിൻ്റെ ദോഷഫലങ്ങളെല്ലാം DNA സ്റ്റോർ ചെയ്ത് വെക്കും. DNA-യിൽ ചെറിയ മീതൈലേഷൻ, ഡീമീതൈലേഷൻ എന്നൊക്കെ പറയുന്ന ചെറിയ എപ്പിജനറ്റിക്, ഇതെല്ലാം സയൻറ്റിഫിക് ടേംസാണ്. നിങ്ങളതൊന്നും ആലോചിച്ച് വെക്കണ്ട. DNA-യിൽ ചീത്ത മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ആ മാറ്റങ്ങൾ ജീവിതകാലം മുഴുവൻ നിൽക്കുന്നു. അപ്പോൾ ഭാവിയിൽ 20, 30, 40 വയസ്സാകുമ്പോൾ ഉണ്ടാകുന്ന ജീവിതശൈലി രോഗങ്ങൾ അന്നേരത്തെ ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന തെറ്റുകൊണ്ട് മാത്രമല്ല, കുട്ടിക്കാലത്ത് ഒരു കുഴപ്പമില്ലാതെ ഓടിച്ചാടി കളിച്ച് നടക്കേണ്ട പ്രായത്തിലുണ്ടാകുന്ന ഇതുപോലെയുള്ള പ്രോബ്ലംസിൻ്റെ ഒരു ലോങ് ടേം ഇഫക്ട്സ് ആണ് നമ്മളിപ്പം ബാക്കിയുള്ള ഇങ്ങനെ കണ്ടുവരുന്നത്. ഇപ്പം നമ്മൾ ഇത്രയേ ഉള്ളൂ. 20 തൊട്ട് 30% ആളുകളുടെ ഡയബറ്റിക്കോ പ്രീ ഡയബറ്റിക്കോ, ഒരു 30% ആളുകൾക്ക് ഫാറ്റി ലിവർ, ഇതൊന്നും ആയിരിക്കത്തില്ല ഇനി ഒരു 10, 15 വർഷം കഴിയുമ്പോൾ. അപ്പോൾ അതിനൊരു മാറ്റം വേണം. അപ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് ഈ ഷുഗർ എക്സ്പോയിൽ ഇത് ജസ്റ്റ് ഫ്രൂട്ടി പറഞ്ഞു. ഫ്രൂട്ടി മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്ന ട്രോപ്പിക്കാനോ, കിൻഡർ ജോയ്, പെപ്സി, ലേസ്, കുട്ടികൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നതാണ് ചോക്കോസ്. ഇഷ്ടം എല്ലാവർക്കും. ഇനി ഒന്നും കഴിച്ചില്ല, അപ്പം വേണ്ട, ദോശ വേണ്ട, എന്നാൽ പാലിൽ കുറച്ച് ചോക്കോസ് ഇട്ട് കലക്കി കൊടുത്തു. അമ്മമാർക്ക് എളുപ്പമാണ്, കുട്ടികൾക്ക് സന്തോഷമാണ്. പക്ഷെ എന്താ നമ്മൾ കലക്കി കൊടുത്തത്? ഇത്രയും പഞ്ചസാര. അപ്പോൾ നിങ്ങൾ പോവുകയാണെങ്കിൽ ഇന്നിപ്പോൾ വീട്ടിൽ പോകുമ്പം നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ എല്ലാ ഡേ ടു ഡേ ലൈഫിലും ചെയ്യാൻ വരുന്ന ഒരു മാറ്റം എല്ലാവരോടുമായിട്ടൊന്ന് പറയാം. ഒരു മാറ്റം. പഞ്ചസാര മാക്സിമം കുറയ്ക്കുക. പിന്നെ പിള്ളേർക്ക് ഇതേപോലുള്ള ജങ്ക് ഫുഡ്സ് മേടിക്കാതിരിക്കുക മാക്സിമം. അതെ, പഞ്ചസാര നമ്മളിപ്പം ചായക്കകത്ത് പഞ്ചസാര, ഇത്രയും പഞ്ചസാര ആരെങ്കിലും ചായക്കകത്ത് ഇടുവോ? ആരെങ്കിലും പാലിലിടുവോ? പക്ഷെ നമ്മൾ അറിയാതെ നമ്മൾ കൊടുക്കുന്ന കുറെ പഞ്ചസാരയുണ്ട്. ഇതിപ്പോ കുട്ടികൾ
അതെ അതെ മാക്സിമം കൺട്രോൾ ചെയ്യും. ഇതിപ്പോ കുട്ടികളുടെ കാര്യമാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ ഇനിയിപ്പം പ്രായമുള്ളവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് നമ്മുടെ അരിയിലും ഗോതമ്പിലും ഒക്കെ പഞ്ചസാര ഉണ്ടെന്ന് നമുക്കറിയാം. പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഞങ്ങളൊരു പാക്കറ്റിലെ ലേബിൾ കാണിച്ചു തന്നില്ലേ, നിങ്ങളെ കുട്ടികൾക്ക് എന്ത് മേടിച്ചു കൊടുത്താലും ലേബിള് വായിച്ച് മനസ്സിലാക്കി ആ ഒരു അഡ്രസ്സും ഇല്ലാതെ ഇവിടെ കൂടെ വഴി കൂടെ പോകുന്ന ഒരാൾ ഒരു പാക്കറ്റിൽ പൊതിഞ്ഞ് കുറച്ച് ആഹാരം നിങ്ങളുടെയൊക്കെ തന്നു, കഴിച്ചോളാൻ പറഞ്ഞു. നിങ്ങൾ ആരെങ്കിലും കഴിക്കുവോ? എന്താ കഴിക്കാത്തത്? അതിലെന്താ ഇൻക്ലൂഡ് ആയിട്ടുള്ളതെന്ന് നമുക്ക് അറിയത്തില്ല. പിന്നെ നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് ഇതെല്ലാം മേടിച്ച് കഴിക്കുന്നത്? നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇതിനകത്ത് എന്തൊക്കെയാ ഉള്ളതെന്ന്? നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയത് മേടിച്ച് കഴിക്കാനുള്ള ധൈര്യം? ഇവിടെ നിന്ന് ഒരു പാക്കറ്റ് ഫുഡ് നിലത്തുനിന്ന് കിട്ടുവാണെങ്കിൽ നിങ്ങൾ എടുത്ത് കഴിക്കുമോ? അറിയത്തില്ല. നല്ലതാണോ ചീത്തയാണെന്ന് പോലും അറിയത്തില്ല. പിന്നെ ഇതെല്ലാം നല്ലതാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? നിങ്ങൾ എപ്പോഴെങ്കിലും ലേബിൾ വായിച്ച് നോക്കിയിട്ടുണ്ടോ? ആരെങ്കിലും വായിച്ച് നോക്കണം. ഇതാണ്ടേ ട്രോപ്പിക്കാനോ. നമ്മളെല്ലാം വിചാരിക്കും ഇത് എന്ത് ജ്യൂസാണ്, പേരക്ക ജ്യൂസാണ്. അപ്പോൾ ഇതിൻ്റെ ലേബിൾ ഒന്ന് വായിച്ച് നോക്കാവോ? ഞാൻ ലേബിൾ വായിച്ച് നോക്കാൻ പറഞ്ഞു. ലേബിൾ ഒന്ന് വായിച്ച് നോക്കുക, ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന്. വായിക്കാൻ പറ്റുന്നുണ്ടോ ലേബിള്? ആ, എളുപ്പമാണോ വായിക്കാൻ? എന്നാലും ഇത്തിരി ചെറിയതായിട്ടല്ലേ അതിനകത്തുള്ള നമ്മൾ അറിയാതിരിക്കാൻ വേണ്ടി കുറച്ചും കൂടി ചെറിയ അത് അറിയാതിരിക്കാൻ വേണ്ടി ചെറുതായിട്ട് വെച്ചേക്കുന്നത്. പൾപ്പ് 22%. ആ, ഗുവ പൾപ്പ് 22%. ജ്യൂസിനകത്ത് പേരയ്ക്ക എത്രയേ ഉള്ളൂ? 22%. ഇത്രയേ ഉള്ളൂ പേരയ്ക്ക. ആ ഉള്ളൂ. ആ, അപ്പൊ ബാക്കി എന്താണിത്? വെറും കെമിക്കൽസും പഞ്ചസാരയും. ഈ കലക്കി കൊടുക്കുന്ന വെറും കെമിക്കൽസും പഞ്ചസാരയും. ഇവിടുന്ന് നിലത്ത് നിന്ന് കിട്ടുന്ന ഒരു ഭക്ഷണ പൊതി കൊടുക്കുന്നതിലും റിസ്ക് ആണെന്നേ ഞാൻ പറയുള്ളൂ. ഇതിൻ്റെ അകത്ത് നിങ്ങളെ ജീവിതത്തിൽ ഒരു ശീലമാക്കി മാറ്റണം. നിങ്ങളും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും അല്ലെങ്കിൽ നമുക്ക് ആർക്ക് നമ്മൾ കൊടുക്കുന്ന ആഹാരത്തിൻ്റെ അകത്തും എന്താണ് അടങ്ങിയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാതെ കൊടുക്കരുത്.